എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ചോറ്റുപാത്രവുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോറ്റുപാത്രത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും വരൂ. ഇതാ ചോറ് കണ്ടില്ല എല്ലാവരും. ചോറ്, ഇടിയൻ ചക്കത്തോരൻ, നമ്മുടെ പ്രിയപ്പെട്ട സാമ്പാർ, നല്ല കാന്താരി, ഉള്ളി, പുളി എല്ലാം ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്പിയ നല്ല ചമ്മന്തി. ഇത്രയൊക്കെയാണ് ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിൽ. പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? എല്ലാവരും വരൂ. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം മക്കളെ. സാമ്പാറൊക്കെ കൂട്ടി ചോറ് കഴിക്കാം. മുളക് ചമ്മന്തി, ഇടിയൻ ചക്കൻ തോരൻ, നമ്മൾ ആരെ ദ്രോഹിക്കാൻ പോയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിരന്തരം നമ്മളെ മറ്റുള്ളവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഉണ്ട് അങ്ങനെ അനുഭവം? ആരോടങ്ങനെ ചെയ്യുക അവർ? നമ്മുടെ പോലുള്ളവരോട്. കാരണം നമ്മൾ പ്രതികാരം ചെയ്യാനോ നമ്മൾ തെളിവുകൾ ഉണ്ടാക്കാനോ ആളെ വിളിച്ചു വരുത്താനോ കൂട്ടി വെച്ച് ചോദിക്കാനോ ഒന്നും നമ്മൾ നിൽക്കില്ല. അപ്പം നമ്മളെ തള്ളിയിടുകയാണ് നമ്മുടെ നിരന്തരം ഓരോ ഇതിലേക്ക് നമ്മളെ തള്ളിയിടും ഓരോരുത്തർ. എന്തൊരു കല്യാണമാവട്ടെ, പിറന്നാളാവട്ടെ, ക്ഷേത്ര കാര്യങ്ങളാവട്ടെ, എന്ത് കഴിഞ്ഞാലും അത് അലമ്പാക്കുക. ഒരെണ്ണാണ് ആ പെണ്ണുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ നമ്മളെ കുറ്റപ്പെടുത്താൻ ആരെങ്കിലും ഒരാളുണ്ടാവും അല്ലേ? കാരണം കുറെണ്ണം എൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റാത്തവരെ എൻ്റെ കൂടെ ഞാൻ നിർത്തില്ല. അവർക്കൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ കച്ച കെട്ടുക, പട്ടു കൊടുക്കുക, മാല ഇടുക, കൊടുങ്ങുള്ളിൽ ചെന്നിട്ട് ക്യാമറയുടെ മുന്നിൽ പോസ് ചെയ്യുക. ഇതാണ് അവരുടെ ഭരണി. എൻ്റെ ഭരണി അതല്ല. എൻ്റെ കൂടെ ഭഗവതി കൂടിയിരിക്കുന്ന ഒരു അടിസ്ഥാനമാണ്. കാരണന്മാർ പറയില്ലേ, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മളോടൊന്ന് കുടിച്ചു പോകണം, എന്നാലും ചെല്ലണോടത്ത് നമുക്ക് വെള്ളം കിട്ടുള്ളൂ. അപ്പം നമ്മളോട് ഇരിക്കുന്ന ഭഗവതിയെ പ്രസാദിപ്പിച്ചു വേണം എനിക്കിറങ്ങണമെങ്കിൽ. എനിക്ക് വെളിച്ചമ്മളിക്കും അശ്വതിയുടെ അന്ന് വെളിച്ചമ്മളിക്കും കൊടുങ്ങല്ലൂർ ചെന്നിരിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കുള്ള ഭഗവതി ഉണ്ട്. ആ ഭഗവതിക്ക് വേണ്ടതായ പൂവും നീരും കൊടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ ഒപ്പം ഭഗവതിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ അല്ലേ? അത് മനസ്സിലാക്കാത്ത കുറെണ്ണം. വെളിച്ചപ്പാട് എന്ത്, ദേവി എന്ത്,
ഒന്നറിയാത്ത കുറേ എണ്ണം കൊടുങ്ങല്ലൂരുണ്ട്. കൊടുങ്ങല്ലൂർ നശിപ്പിക്കാനായിട്ട് എത്തുന്നുണ്ട്. എൻ്റെ കൂടുതലുള്ളവരൊക്കെ ഞാൻ നിർത്തും. അനങ്ങരുത്, ഈ പരിപാടി ഇവിടെ പറ്റില്ല. അങ്ങനെയുള്ളവരൊക്കെ എന്നെ ഉപേക്ഷിച്ചിട്ട് സ്വന്തമായിട്ട് അവർ പോവുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർ കോഴിവെട്ടുകാലിൻ്റെ മുകളിൽ കയറുക, ആടുക, കിടക്കുക, ഇതൊക്കെ ചെയ്തോട്ടെ. ഞാനും ഭഗവതിയായിട്ടുള്ള ബന്ധം എനിക്കറിയാം. ഒരാളും ബോധ്യപ്പെടുത്തണ്ട. എത്ര നേരം വൈകിയാലും ഈ 30 ഏറെ വർഷമായിട്ട് ഞാൻ ചെല്ലാണ്ട് അവിടെ അവധി ഇണ്ടിയിട്ടില്ല. ഇതേപോലെ തന്നെ എൻ്റെ വീട്ടിലതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കാവിലെ എല്ലാ കാര്യം കഴിഞ്ഞിട്ടാണ് ഞാൻ പോവാറ്. ഈ കൊല്ലം ഞാൻ ചെന്ന് പ്രദർശനം വയ്ക്കണ അപ്പോൾ അവധിയുണ്ട്. അല്ലാതെ എന്നെ ഒന്നും ഭഗവതി കൂട്ടാണ്ടിരുത്തിയില്ല. കാരണം എന്താ അറിയോ, ഭഗവതിക്ക് നല്ല മനസ്സും നല്ല ബുദ്ധി നല്ല ചെട്ടും വൃത്തിയുള്ളവരെ കിട്ടണം. അങ്ങനത്തെ ഒരെണ്ണ ഞാൻ. അതുകൊണ്ട് ഭഗവതി എന്നെ ഉപേക്ഷിക്കില്ല. അല്ലാതെ വാളെടുത്തവരൊക്കെ വിളിച്ച പടമൊന്നല്ല. പറയാം, ഞാൻ കോമര വിളിച്ചപ്പാട. അപ്പം എൻ്റെ കൂടെ നിൽക്കണ ചിലവരും ശരിയല്ല. ഞാൻ പറഞ്ഞു വിട്ടു, അവർ പോയിക്കോട്ടെ. എനിക്ക് അവരും വേണ്ട, അവർ കാശും വേണ്ട, അവരുടെ സഹായവും വേണ്ട. ഇനി വിടാനുണ്ട് എൻ്റെ ചട്ടിയിൽ നിന്ന്. എത്ര നന്മ നമ്മൾ ചെയ്തു കൊടുത്താലും തിന്മയായി കാണുന്ന ജന്മങ്ങളുണ്ട്. അവരെ ഒന്നും നമ്മുടെ ഒപ്പം ചേർത്തി നിർത്തിയായിരുന്നു നമ്മൾ. എനിക്ക് പറയണത് ഇതാണ് പറയണത്. എനിക്ക് മുഖത്ത് നോക്കി പറയാൻ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാനും ഭവിച്ചതാണ്. പറയാനുള്ളത് എല്ലാവരും മുഖത്ത് നോക്കി പറയും. വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. ഒന്നും നമ്മൾ പറയാണ്ടിരുന്നവരൊക്കെ നമ്മുടെ തലയിൽ കയറിനിറങ്ങും. നമ്മളെല്ലാം തുറന്നു പറഞ്ഞാൽ എന്താ, അയാൾ ശരിയല്ല എന്ന് പറയുള്ള ശരി. അബദ്ധങ്ങൾ പറ്റില്ലല്ലോ, അല്ലേ? കണ്ടത് പറയണോന് കഞ്ഞിയില്ല എന്നാ പറയണത്. ചിലവരെന്ത് ചെയ്താലും എസ് എന്ന് പറഞ്ഞാൽ അവരെന്ത് നമുക്ക് ചെയ്തു തരും. അതിന് വിപരീതമായി നമ്മൾ പറഞ്ഞാൽ നമ്മൾ പൊട്ടയും. എനിക്ക് എസ് എന്നുള്ള റേറ്റ് വേണ്ട, നോ എന്ന് പറഞ്ഞ റേറ്റ് മതി. ശരിയല്ലെങ്കിൽ ഞാൻ തുറന്നു പറയും. ഇഷ്ടമുള്ളവർ എൻ്റെ കൂടെ നിന്നാൽ മതി, എൻ്റെ ഒപ്പം വന്നാൽ മതി. കാരണം ഞാൻ നിങ്ങളുടെ പോലെയല്ല. എന്നെ നിങ്ങൾക്കറിയില്ല. എൻ്റെ അമ്മ ഇപ്പോൾ ഭഗവതിയുടെ അവിടേക്കോ വിഷ്ണുവിൻ്റെ അവിടേക്കോ ആരപാദത്തിൽ എൻ്റെ അമ്മ ഞാൻ ചേർക്കില്ല. കാരണം എൻ്റെ അമ്മയ്ക്ക് മോക്ഷം ലഭിച്ചിട്ടില്ല. ഓരോ ജന്മങ്ങളായിട്ട് എൻ്റെ അമ്മയ്ക്ക് മോക്ഷം ലഭിച്ചിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ ശിവനിലേക്ക് പോകണം. എൻ്റെ അമ്മ ശിവപാദം പൂകണം. അതിനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ ശിവപാദം പൂകി കഴിഞ്ഞാൽ പിന്നെ ശിവനും ദേവിയും ഞാനും ഒന്നായി ചേർന്നു.
പിന്നെ അവിടെ ഒരു അപ്പീലും ഇല്ല കേട്ടാ. പിന്നെ എൻ്റെ രൂപം, എൻ്റെ ഭാവം, എൻ്റെ സ്വഭാവം ചേഞ്ച് ആവും. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കണം. അതാണ് മക്കളെ ഭക്തി. ഭക്തന്മാരെ കളിയൊക്കെ ആൾക്കാർ, വീട്ടുകാർ, കുടുംബക്കാർ ഒക്കെ ഉപേക്ഷിക്കും. പക്ഷെ നമുക്കേ നമ്മുടെ അവസ്ഥ അറിയൂ, അവർക്കറിയില്ല. ശരി മക്കളെ, ലേക്ക് ചെയ്യില്ലേ? സാമിക്ക് ലേക്ക് ചെയ്ത സ്വാമിന്ന് വിളിക്കണവരുണ്ട്, അമ്മ എന്ന് വിളിക്കണവരുണ്ട്, ഗുരു എന്ന് വിളിക്കണവരുണ്ട്. എല്ലാവരും ലേക്ക് ചെയ്യേ. നിങ്ങൾ എന്നെ എന്ത് വിളിക്കണോ അതാണ് ഞാൻ നിങ്ങൾക്ക്. ഓക്കെ? നിങ്ങൾ അമ്മ എന്ന് വിളിച്ചാൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ വരും, നിങ്ങളെ തലോടും, നിങ്ങൾ ഉറക്കും, പാട്ട് പാടും. അപ്പം നിങ്ങൾ എന്നെ എങ്ങനെ വിളിക്കണം അങ്ങനെയൊക്കെ ഞങ്ങൾ നിങ്ങളുടെ അരികിലെത്തും. പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. എല്ലാവരും സന്തോഷമായിരിക്കും കേട്ടോ.